ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റിവ്യൂ നമ്മുടെ പെർഫെക്റ്റ് ബ്രൗ ഡ്യുവോ ഷെയ്ഡ് ബ്രൗ പൗഡറിന്റെ റിവ്യൂ ആണ്. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഷെയ്ഡ്സുകളാണുള്ളത്. ഞാൻ ഈ ആദ്യത്തേത് അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതും യൂസ് ചെയ്യും. രണ്ടും ഏതാണ്ടൊക്കെ ഒരേ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഇനി അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. പണ്ട് ഞാൻ നമ്മുടെ ഈ 20 രൂപയുടെ 30 രൂപയുടെ ഒക്കെ പെൻസിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഐബ്രൗ പെൻസിൽ. അത് പക്ഷേ പക്കയാണ്, ഒരു 5 മിനിറ്റ് എടുക്കും അത് മൊത്തത്തിൽ നമ്മുടെ ഐബ്രൗസ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷെ ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ അകത്തോട്ട് ചിലപ്പോൾ ഒരു ഡ്രോപ്പ് പാരഷൂട്ടിന്റെ ഓയിൽ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അതും കൂടെ ചെയ്ത് കാണിക്കാം ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐബ്രൗസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഞാൻ മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നേ. പക്ഷെ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്ട്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ, ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ളത്. സി എത്ര മിനിറ്റ് എടുത്തു ഇതൊന്ന് സെറ്റ് ആകാനായിട്ട്? ജസ്റ്റ് ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഐബ്രൗസും ഇതും കൂടെ കാണാമല്ലേ, ഒരു പെർഫെക്ഷനിൽ എത്താനായിട്ട് ഒരൊറ്റ സ്ട്രോക്ക് മതി കേട്ടോ. എണ്ണ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കൺസിസ്റ്റൻസി, നമുക്ക് പെട്ടെന്നൊന്നും ഒരു സ്മൂത്ത്നെസ് കിട്ടും. ഓക്കെ, ഇനി ഞാൻ മറ്റേ ഡാർക്ക്, ഇനി ഞാൻ ഇതിൻ്റെ അകത്തുനിന്നും കൂടെ എടുത്ത് കാണിച്ചു തരാം. രണ്ടും ഒരേ കളറാണ്. യെസ്, നല്ലപോലെ ഫില്ലിംഗ് ആയിട്ടുണ്ട്. എനിക്ക് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നേ അത് ചെയ്യാനായിട്ട് അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ടൈം എടുക്കുന്നത്. കുഴപ്പമില്ല, കണ്ടോ, ഒരു പെർഫെക്റ്റ് നാച്ചുറൽ ലുക്കും തോന്നുന്നുണ്ടോ? എനിക്ക് ഓൾറെഡി ഡാർക്ക് ഐബ്രൗസ് ഞാനിങ്ങനെ ഡാക്കൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് അത്യാവശ്യം നല്ല ചേരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ ഷെയർ ചെയ്യാം. പിന്നെന്താ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറയാൻ, എനിക്കിതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഈ ചെറിയ പിമ്പിൾ വരുന്നുണ്ട്. അത് ഇതിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പെൻസിൽസ് ഉണ്ടല്ലോ, ഇതും അടിപൊളിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷന് പോകാനായിട്ട് ഇത് ഒരു 5 മിനിറ്റ് എടുക്കും. എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 3-4 മിനിറ്റ് എടുക്കും. ഓക്കെ, പക്ഷെ ഇത് 2 മിനിറ്റ് കൊണ്ട് കാര്യം നടക്കും. അപ്പം ഞാൻ മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ മറ്റേ നമ്മുടെ തലയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ ചേട്ടൻ്റെ ഇൻസിഡന്റ് കണ്ടതിന് ശേഷം എൻ്റെ ദൈവമേ, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഇപ്പം പേടിയാണ്. കാരണം ഇനി ഐബ്രൗസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അവിടെ എന്തെങ്കിലും ബാക്ടീരിയയോ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ ഓടുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇനി മൈക്രോ ബ്ലേഡിങ്ങോ ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഡ്രോപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ്. എന്നിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് വരയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കുറച്ചും കൂടെ ഡാർക്ക്നെസ് ഉണ്ടാക്കാൻ പറ്റും ഇത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. 177 രൂപയുള്ളായിരുന്നു. ഓക്കെ, 177 റുപ്പീസ് ആയിരുന്നു. മെയ് 8 തന്നെ എനിക്ക് സാധനം കൈ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മാറ്റ് ലുക്ക് പെർഫെക്റ്റ് ബ്രൗ ഡ്യുവോ ഷെയ്ഡ് പൗഡർ 8 ഗ്രാം, ബ്ലാക്ക് കളറാണ്. രണ്ടും ബ്ലാക്ക് ഷെയ്ഡാണ്, ഒരു ഡാർക്ക് ബ്ലാക്കും ഒരു ഓഫ് ബ്ലാക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഒന്നും അല്ല. പെർഫെക്റ്റ് ബ്രൗ എന്ന് പറയുന്ന ഡ്യുവോ ഷെയ്ഡ് ഇതൊരു പോപ്പുലർ ആയിട്ടുള്ളതൊന്നും അല്ല. പക്ഷെ നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത്
പൗഡർ ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഐബ്രൗസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ അകത്തോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കൺപീലി ഉള്ളത് കാരണം പ്രൊട്ടക്ട് ചെയ്യും. ഇത് കണ്ണിൻ്റെ അകത്തോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ചുവന്ന് വരും. അത് ഞാൻ നോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഓയിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പൗഡർ സാധനം പറക്കത്തില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഡിഫക്റ്റ് ആയിട്ട് തോന്നിയത്. ഞാനിത് ഇപ്പം എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്. ഇത് തീർന്നതിന് ശേഷം, ഇതിപ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് തീർന്നതിന് ശേഷം ഡെഫിനറ്റ്ലി ഞാൻ കുറച്ചുകൂടെ നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിക്കും. കാരണം നമ്മൾ എവറിഡേ യൂസേജിന് എപ്പോഴും നല്ലത് സ്റ്റാൻഡേർഡ് ആൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പെർഫെക്റ്റ് ബ്രൗ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് അല്ലേ, ഇതിപ്പോൾ എണ്ണയും കൂടെ പുരട്ടിക്കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. ഇത് എണ്ണ പുരട്ടാത്ത ഭാഗമാണ്, എണ്ണ പുരട്ടാത്ത ഭാഗം. അപ്പം എണ്ണ പുരട്ടി ചെയ്യുമ്പം അത് വേണമെങ്കിൽ നമുക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പൗഡർ ഒന്ന് ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റ് ലുക്ക് തന്നെ കിട്ടും. കുഴപ്പമൊന്നുമില്ല, അത് പോകത്തൊന്നുമില്ല. ഓക്കെ, ലാസ്റ്റ് ചെയ്യും ഒരു 8-10 hours. നമ്മൾ മുഖം ഒന്ന് കഴുകിയിട്ട് വന്നാലും അത് ലാസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. പിന്നെ ഈ എണ്ണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പൗഡറും കൂടെ അതിൻ്റെ മേളിലൊന്ന് ഡാബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.